ഈശോയുടെ കുരിശിൻ്റെ വഴികളാണ് ഈ 50 നോമ്പിൽ ഏറെ പ്രത്യേകതയോടെ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈശോയുടെ സഹനങ്ങളിലൂടെയാണ് ഈ 50 ദിവസം കടന്നു പോകുന്നുവെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഈ 50 ദിവസവും ഒരുപാട് സഹനങ്ങളാണ്. ഈശോയുടെ സഹനങ്ങളോടൊപ്പം അല്ലട്ടാ നമ്മുടെ വ്യക്തിപരമായ സഹനം. അതിലേറ്റവും വലിയ സഹനമാണ് ഈ നോമ്പ് കാലത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. അപ്പനും അമ്മയും മക്കളും അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ആ കാലഘട്ടത്തിൻ്റെ മാധുര്യമൊക്കെ ചോർന്നു പോയപ്പോൾ ഇന്ന് കുടുംബ പ്രാർത്ഥന വലിയൊരു സഹന. ആ അരമണിക്കൂർ നേരം കടന്നു പോകാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടണല്ലേ. നോമ്പുകാലം പറയണ നിങ്ങളൊന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. അതിൻ്റെ അത്ഭുതവും അനുഗ്രഹവും വലിയതായിരിക്കും. കുടുംബ പ്രാർത്ഥന ഒരു സഹനായിട്ട് കാണരുത്. ദൈവത്തെ വിളിച്ചുണർത്താൻ ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ നൗകയിലേക്കൊക്കെ ഈശോയെ ക്ഷണിച്ചു കൊണ്ടുവരാൻ, ഞങ്ങളുടെ കുടുംബത്തെ ഈശോയുടെ കൊച്ചു നൗകയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ ചേർത്ത് വയ്ക്കാൻ നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. ഒരു സഹനാണല്ലേ. യുവാക്കളായിരിക്കും, യുവതികളായിരിക്കും, അപ്പന്മാരായിരിക്കാം. പല പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഈ സഹനം നമ്മളെ ക്ഷണിക്കുകയാണ്. നിൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തെ കൃപയോടുകൂടി സ്വീകരിക്കാൻ. നമ്മൾ നോക്കി അതുപോലൊരു സഹനമാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല വൈകിട്ടെങ്കിലും. നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചു കേരളത്തിൽ ആരും തന്നെ പട്ടിണി കിടക്കണില്ല എന്ന്. പക്ഷെ നമ്മളൊക്കെ അടുത്തറിയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്, എത്രയോ മക്കളുണ്ട്. 10 രൂപ പോക്കറ്റിലുണ്ടെങ്കിൽ ചായ കുടിക്കാൻ പോലും തികയാതെ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കാതെ, ജീവിത പങ്കാളിക്ക് ഭക്ഷണം ഒരുക്കാൻ സാധിക്കാതെ ഒക്കെ വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്, ഒരുപാട് മക്കളുണ്ട്. നമ്മളൊക്കെ വലിയ വലിയ വിരുന്നുകളൊക്കെ ഒരുക്കി കഴിഞ്ഞ് നോമ്പുകാലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇറച്ചിയും മീനും മുട്ടയും വേണ്ടെന്ന് വയ്ക്കുന്നു, ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നു. അതിന് പുറകിൽ 50 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ഒരുമിച്ച് കഴിക്കാമെന്നുള്ള ചിന്തയല്ല നോമ്പുകാലത്തിൻ്റെ. കഞ്ഞിയാണ് കുടിക്കുന്നെങ്കിലും മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി, മക്കളുടെ മുഖത്ത് നോക്കി ഒരു നേരത്തെ കഞ്ഞി ഒരുമിച്ചിരുന്ന് കുടിക്കാൻ കഴിയാതെ പോകുന്ന വലിയൊരു സഹനമല്ലേ. ഒന്നൊരുമിച്ചിരിക്കണം. നമ്മുടെ വീടുകളിലൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയങ്ങൾ കുറഞ്ഞു പോയി. കുടുംബ പ്രാർത്ഥന മാത്രമല്ല കേട്ടാ, എന്തുമാത്രം വലിയ വലിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമല്ലേ. വിവിധങ്ങളായ മല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകും. ഒരുപാട് പള്ളികളിൽ തീർത്ഥാടനം നടത്തും. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലൊരു തീർത്ഥാടനം നടത്താൻ, അവരുടെ ജീവിതങ്ങളിലൊക്കെ ഒരു പ്രാർത്ഥനയുടെ രൂപങ്ങളൊക്കെ നമുക്ക് നെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. 14 കുരിശിൻ്റെ വഴികളെന്ന പോലെ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ 14 സ്ഥലങ്ങൾ ഒരു നന്മ നിറഞ്ഞ മറിയമേ എൻ്റെ അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി ചൊല്ലി, എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ളവർക്കൊക്കെ വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമോ അല്ലെങ്കിൽ ഒരു ജപമാലയൊക്കെ ചൊല്ലാൻ നമുക്ക് കഴിയാത്തിടത്തല്ലേ സഹനം വീണ്ടും കടന്നു വരുന്നത്. ഈശോയുടെ സഹനങ്ങൾ കുരിശിൻ്റെ വഴിയിലെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏറെ വേദന തോന്നിക്കും. പക്ഷേ ആ വായന കഴിയുമ്പോൾ ആ വേദനയൊക്കെ മറന്നുപോയി. കുടുംബജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ സഹനങ്ങൾ കടന്നു വരുന്നതൊക്കെ വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കലഹത്തിൻ്റെ മേഖലകളും മുഖങ്ങളൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ അതും ക്രിസ്തുവിൻ്റെ പാതകളിൽ ഒരു സഹനത്തിൻ്റെ ഒരുക്കൽ നടക്കുന്ന സമയമാണ്. നമുക്കൊരുങ്ങാം. നമ്മുടെ ഒരുക്കി വയ്ക്കുന്ന സഹനങ്ങളൊന്നല്ല, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ, എൻ്റെ കുടുംബത്തെ ബലപ്പെടുത്താൻ, കുറേ കൂടിയൊക്കെ ഒന്ന് വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ നൽകുന്ന സഹനങ്ങളെ മുറുകെ പിടിച്ച് കുടുംബത്തോടൊപ്പമായിരിക്കാം. കുടുംബം ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ മാധുര്യം നുകരാൻ ഈ നോമ്പ് കാലത്ത് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും കഴിയട്ടെ. ദൈവം സമൃദ്ധമായി നമ്മുടെ ചെറുതും വലുതുമായ സഹനങ്ങളിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ.